ഓക്കെ, നമുക്ക് ഇന്ന് പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫീച്ചർ സെലക്ഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ എന്നുള്ളതാണ്. അപ്പം ഫീച്ചർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറെ ഡേറ്റാസ് സംഭവങ്ങൾക്കൊക്കെ കാണാം. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വേണ്ടതിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ സെറ്റ്സ് ആർ മേഡ്സ് ഓഫ് ന്യൂമറസ് ഡേറ്റ കോളംസ് വിച്ച് ആർ ഓൾസോ റിഫേർഡ് ടു ആസ് എ ഡേറ്റ ആട്രിബ്യൂട്ട്സ്. ദീസ് ഡേറ്റ കോളംസ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ആസ് എ dimension on an n-dimensional feature space, and data rows can be interpreted as a points inside that space. One can gain a better understanding of data set by applying geometry in this manner. അതായത് നമുക്കറിയാം ഡേറ്റ സെറ്റ്സ് ആർ മെയ്ഡ് ഇൻ ന്യൂമറസ് ആയിട്ടുള്ള ഡേറ്റ കോളംസ് ആയിട്ടായിരിക്കും. ഈസ് ഓൾസോ അതായത് കോളംസിനകത്ത് ഡേറ്റ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. These data columns can be interpreted as a dimension on a n-dimensional feature set. അതിനകത്ത് ഒരു n-dimensional feature set സ്പേസ് കാണുമായിരിക്കും. ആൻഡ് ഡേറ്റ റോസ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് പോയിന്റ്സ് ഇൻസൈഡ് ദാറ്റ് സ്പേസ്. അതിൻ്റെ അകത്ത് ഡേറ്റ കോളത്തിനകത്തായിരിക്കും നമുക്കറിയാം നമുക്കറിയാം 5 കോളം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ആ കോളത്തിൽ ഓരോ കോളത്തിനകത്തും ഓരോ റോസിന്റെ അകത്തും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നാണ്. വൺ ക്യാൻ ഗെയിൻ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഡേറ്റ സെറ്റ് ബൈ അപ്ലൈയിങ് geometry in this manner. In the paint of writer, these characteristics are measurement of the same entity. It is possible for their existence in the algorithm's logic to get a delta which will result in a change to how to build the model functions. അപ്പൊ നമുക്കറിയാം ഇതിനകത്തൊരു ഇതെന്ന് പറയുന്ന ഡേറ്റ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തന്നിരിക്കുന്ന ഡേറ്റ എന്ന് നമുക്ക് വേണ്ടതിനെ മാത്രം അതിനുവേണ്ടിയുള്ള ഇത് പറയാണ്. സം മോർ എക്സാമ്പിൾസ് ആർ പ്രസന്റഡ് ബിലോ ടു ലെറ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡസ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഹൗ ടു വിത്ത് മെഷീൻ ലേണിംഗ് ആൻഡ് പ്രെഡിക്റ്റീവ് മോഡലിംഗ്. നമുക്കറിയാം മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടറിനെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇന്നതാണ് എന്ന് പറയുന്നത്. അതായത് ഇന്നതായിരിക്കും അതിന്റെ മോഡലിംഗ് എന്നുള്ള. അപ്പൊ അതിനു വേണ്ടിയുള്ള സം എക്സാമ്പിൾ ആയിരുന്നു. എ സിമ്പിൾ ഇഷ്യൂ കൺസേൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് emails in which we are tasked with deciding whether or not a certain email constitutes spam can be brought up in a practical illustration of the concept of dimensionality reduction. This can include elements like whether or not the email has a standard subject line, the content of the email, where or not is the ടെംപ്ലേറ്റ് ആൻഡ് ആണ്. അപ്പൊ നമുക്കറിയാം ഇമെയിലിന്റെ ഒക്കെ സെഷൻ നമുക്ക് സ്വാം ഉണ്ട്, അപ്പൊ അതിനകത്ത് ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അതിനെ ഓരോന്നിനെ ആ ഒരു ഫീച്ചറിന്റെ രീതിയിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും. നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നമ്മുടെ ഇൻബോക്സിലൊക്കെ വന്ന് കിടക്കുന്നത് പോലെ തന്നെ നമ്മൾ അതിനെ വേണ്ടതിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. A classification problem that involves humidity and rainfall can sometimes be simplified. Either classification problems will involve humidity and rainfall can sometimes be simplified down to just one underlying features as a result of the strong relationship that exists between the two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള strong relationship. As a direct consequence of this, the number of characteristics could get cut down in some circumstances. അതായത് ഇതിന്റെ number of characteristics could get cut down in some. അതായത് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടതിനെ മാത്രം സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം നമ്മൾ ഇന്നലെ ക്ലാസിഫിക്കേഷൻ ഇത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം വിത്ത് 3 dimension ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. വേറെ പ്രോബ്ലം വിത്ത് 2 dimension ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ്. നമുക്കറിയാം 2 dimension എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എക്സ് ആക്സിസും ഉണ്ടായിരിക്കും, വൈ ആക്സിസും ഉണ്ടായിരിക്കും. അതായത് ഒരു കോളത്തിലും റോയിലുമായിട്ട് നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാം. ആൻഡ് 3 dimension ആൻഡ് പ്രോബ്ലം വിത്ത് 1 dimension ക്യാൻ ബി mapped to a line with a 1 dimension. The concept is depicted in a diagram that follows, which shows how a 3 dimensional feature space can be broken down into a 3 dimensional വരുവാണെങ്കിൽ നമ്മൾ അതിനെ ബ്രോക്കൺ ചെയ്ത് 2 dimensionലും ആക്കിയിട്ടും ഒന്ന് എക്സും വൈയും ഡയറക്ഷനിലും പിന്നെ നമ്മൾ അതിനെ സ്ട്രെയിറ്റ് ലൈനും ഒക്കെയാണ് മാറ്റുന്നത്. ഇത് ഡയമണ്ടിലായിട്ട് നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും ആ ഫീച്ചേഴ്സിനെ കട്ട് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഉണ്ട്.
അപ്പൊ നമ്മൾ ആദ്യത്തേത് എക്സ് ആക്സിസിലേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഫീച്ചറിനെ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ട്രേറ്റ് ലൈൻ ആയിട്ടുള്ളതിനെ വൈ ആക്സിനെ നമ്മൾ അങ്ങനെ കവർ ചെയ്തിരിക്കുന്നു. ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഇതെല്ലാം നമ്മൾ ഇന്നലെ പഠിച്ച ഒരു ചാപ്റ്ററിന്റെ ഒരു ഒന്ന് ഓടിച്ചു വിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഡേറ്റ മൈനിങ് ആൻഡ് മെഷീൻ ലേണിംഗ് മെത്തഡോളജി ബോത്ത് ഹാവ് എ പ്രോസസിംഗ് ചലഞ്ച് വെൻ വർക്കിംഗ് വിത്ത് ബിഗ് എമൗണ്ട് ഓഫ് ഡേറ്റ. ബിഗ് എമൗണ്ട് മെനി ആട്രിബ്യൂട്ട്സ്. നമുക്കറിയാം, നമ്മളിപ്പോ പറഞ്ഞു ഡേറ്റാസ് നമ്മളൊരു റെക്കോർഡ്സിലാണെങ്കിൽ ഒരു ഇതിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആട്രിബ്യൂട്ട്സ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇൻ എ പോയിന്റ് ഓഫ് ഫാറ്റ് ദ ഡയമെൻഷൻ ഓഫ് ദ ഫീച്ചർ സ്പേസ് യൂട്ടിലൈസ്ഡ് ബൈ ദി അപ്രോച്ച് ഓപ്പൺ റിഫേർഡ് to the model attributes play the most important function. Processing algorithm grows more difficult and the time consuming to implement as the dimensionality of the processing space increase. ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നോക്കിക്കേ, എക്സും വൈയും ഡയറക്ഷൻ ആണെങ്കിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ അകത്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ അതിനെ മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ഇതിന് ഒരു ഇച്ചിരി എക്സ്ട്രാ ടൈം എടുക്കാം. These elements are also known as the model attributes and the fundamental quantities, and they can be either be variable or features. നമ്മളിപ്പം വേറെ ഒന്നും ചിന്തിക്കാതെ നിങ്ങളൊരു റെക്കോർഡിനകത്ത് ഇപ്പൊ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു ഏരിയയിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ മെയിലാണോ ഫീമെയിലാണോ അല്ലെങ്കിൽ എയറുടെ ഏജ് എത്രയായിരിക്കും, അങ്ങനെ ഓരോരോ ആട്രിബ്യൂട്ട്സിനെ ഡിഫൈൻ ചെയ്ത് നമ്മൾ ഡേറ്റാസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം ഡേറ്റാസ് these elements also the model attributes are the fundamental quantities and they can be either variable or features. When there are more features, it is more difficult to see them all, and as a result the work on the training set become more complex as well. The complexity was further increased when a significant number of characteristics were linked, and the classification becomes irrelevant as a result. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് അടുത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഡയമെൻഷൻ റിഡക്ഷൻ നമ്മൾ പറഞ്ഞു എങ്ങനെയായിരിക്കും ഡയമെൻഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് അതിനകത്ത് 3 ഡയമെൻഷൻ കാണാം. അപ്പൊ 2 ഡയമെൻഷന് ഒന്നിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. അതിനകത്ത് ഒരെണ്ണം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇതും ചെയ്യും. അപ്പം നമ്മൾ അതിനകത്ത് വീണ്ടും വന്നിരിക്കുന്നതാണ് ഫീച്ചർ സെലക്ഷൻ. ഡ്യൂറിംഗ് ദിസ് അപ്രോച്ച് എ സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് സെറ്റ് ഓഫ് എ വേരിയബിൾ is selected. As a result, the number of the condition that can be utilized to illustrate the issues in a wrote down. It's normally done in the one of the 3 ways. 3 രീതിയിലാണുള്ളത്: ഫിൽറ്റർ മെത്തേഡ്, റാപ്പർ മെത്തേഡ്, എംബഡഡ് മെത്തേഡ്. അതായത് ഫീച്ചർ സെലക്ഷൻ ഏതൊക്കെ രീതിയിലുള്ളതാണ്? 3 രീതിയിലുണ്ട്: ഫിൽറ്റർ മെത്തേഡ്, റാപ്പർ മെത്തേഡ്, എംബഡഡ് മെത്തേഡ്. ഇത് നമുക്ക് സാധനം ചോദിക്കാറുണ്ട്. 2 രീതിയിലാണ് ഇത് സാധനം എക്സാമിന് ചോദിക്കുകയാണ്. ഡയമെൻഷൻ റിഡക്ഷൻ ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ഇൻ 2 ways. ഹൗ മെനി വേസ് ഇൻ ഡേറ്റ റിഡക്ഷൻ ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ 2 രീതിയിലുണ്ട്: ഫീച്ചർ സെലക്ഷനും ഫീച്ചർ എക്സ്ട്രാക്ഷനും. അപ്പൊ ഫീച്ചർ സെലക്ഷനെ വീണ്ടും നമ്മൾ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഫീച്ചർ എക്സ്ട്രാക്ഷൻ, ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വേണ്ട ഡേറ്റാസിനെ മുഴുവൻ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നു. ഫീച്ചർ എക്സ്ട്രാക്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വീണ്ടും അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. ഇറ്റ് ടേക്ക് എ ഡേറ്റ ഫ്രം എ സ്പേസ് വിത്ത് മെനി ഡയമെൻഷൻ ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു അനദർ എൻവയൺമെന്റ് വിത്ത് ഫ്യൂവർ ഡയമെൻഷൻസ്. നമ്മൾ പറഞ്ഞു മൊത്തം ഉള്ള ഡയമെൻഷന് കുറച്ച് ഡയമെൻഷൻ ഉള്ള മെനി ഡയമെൻഷനിൽ നിന്ന് ഒരു ചെറിയൊരു ഡയമെൻഷൻ ഉള്ളതിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതിൻ്റെ നമുക്ക് വേണ്ടതിനെ മാത്രം ഫിൽറ്റർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വീണ്ടും ഫീച്ചർ സെലക്ഷൻ ഇരിക്കുന്ന ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് സം ആട്രിബ്യൂട്ട്സ് ഫ്രം എ ഗിവൺ കളക്ഷൻ ഓഫ് എ പ്രോസ്പെക്റ്റീവ് ഫീച്ചേഴ്സ്. നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. എന്തായിരിക്കും? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് സം ആട്രിബ്യൂട്ട്സ് ഫ്രം എ ഗിവൺ കളക്ഷൻ ഓഫ് പ്രോസ്പെക്റ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് ദെൻ ഡിസ്കാർഡിംഗ് ദ റെസ്റ്റ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ് ദാറ്റ് വെർ considered. The use of the feature selection can be done for one of the 2 reasons: either to get a limited number of characteristics in order to prevent overfitting, or to avoid having features that are redundant or irrelevant. For a data scientist, the ability to pick features is a vital asset. It is essential to the success of machine learning algorithms.
ഇനി അടുത്തത് ഫീച്ചർ സെലക്ഷൻ. നമ്മൾ ഫീച്ചർ സെലക്ഷൻ മെത്തേഡ്സിന് നമ്മൾ പറഞ്ഞു ഒരു കാറ്റഗറീസ് ആയിട്ട് feature selection can be divided into two categories. Supervised, which are appropriate for use with a labeled data, and unsupervised, which are appropriate for use with a unlabeled data. Filter methods, wrapper methods, embedded methods, and hybrid methods are the four categories of unsupervised approaches fall under. നമ്മൾ മുമ്പേ 3 എണ്ണം പറഞ്ഞു, അതിനകത്ത് ഒരെണ്ണം കൂടെ കൂട്ടിച്ചേർക്കുക. ഏതായിരിക്കും? Hybrid methods are the four categories. Unsupervised approaches fall under. അപ്പം filter methods എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ choose features based on the statistic instead of how well they perform in a feature selection cross validation. എന്നാ filter methods എന്ന് പറയുമ്പോൾ filter methods choose features based on a statistics ബേസ് ചെയ്തായിരിക്കും instead of how they perform in feature selection cross validations. ഇനി റാപ്പർ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ റാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് തന്നെ ആയിരിക്കും. റാപ്പർ ഫീച്ചർ സെലക്ഷൻ മെത്തേഡ്സ് ലുക്ക് അറ്റ് ദ ചോയ്സ് ഓഫ് എ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ആസ് എ സെർച്ച് പ്രോബ്ലം. ദർ quality is judged by preparing, evaluating, and comparing a set of features to other set of features. റാപ്പർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് ക്വാളിറ്റി ഓഫ് ജഡ്ജുമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ വേറെ സെറ്റ് ഓഫ് ഫീച്ചേഴ്സുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തെടുക്കുന്ന. ദിസ് മെത്തേഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു ഫൈൻഡ് എ പോസിബിൾ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. Wrapper methods focus on a subset of features that will help improve the quality of the result. Either wrapper methods എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സബ്സെറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിന്റെ ഒരു പേരന്റ് അതിന്റെ ചൈൽഡ് അങ്ങനത്തെ രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിന്റെ ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ക്ലസ്റ്ററിങ് അൽഗോരിതംസ്. അതിന്റെ ക്ലസ്റ്ററിംഗ് എന്ന് പറയുമ്പോഴത്തേ നമുക്കറിയാം ഇങ്ങനെ ഡേറ്റാസ് ഇങ്ങനെ ചെതറി കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടതിനെ മാത്രം എന്നല്ല, അതിന് നമ്മൾ ഒരേ പാറ്റേണിലുള്ളതിനെ മാത്രം ഓരോരോ ക്ലസ്റ്റർ ആക്കി മാറ്റുക ചെയ്യുന്നത്. ഇനി അടുത്ത എംബഡഡ് ഫീച്ചർ സെലക്ഷൻ അപ്രോച്ച് ഇൻകോർപ്പറേറ്റഡ് ദ ഫീച്ചർ selection machine algorithm as an integral component of the LIMS. This allows for a simultaneous classification and feature selection to take place within the method. Careful consideration is given to the extraction of the characteristics that will make the greatest contribution to each iteration of the process. അതായത് ഇതിനകത്ത് നമ്മൾക്ക് എംബഡഡ് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ളതിനെ നമ്മൾ മാത്രം സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾസ് ഓഫ് കോമൺ എംബഡഡ് അപ്രോച്ചസ് ആർ ദ Lasso feature selection algorithms, the random forest feature selection algorithm, and the decision tree feature selection algorithms. Among all the approaches, the most conventional feature selection in a feed forward feature selections. In forward feature selection, the first step in the process of a feature selection is to evaluate each individual features and choose the one of the result in the most effective algorithm model. അതായത് നമ്മൾ ഇതിനകത്ത് ഫോർവേഡ് ഫീച്ചർ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഫീച്ചർ സെലക്ഷൻ ഈസ് ടു ഇവാലുവേറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ ഫീച്ചർ ആൻഡ് ചൂസ് ദ വൺ ദാറ്റ് റിസൾട്ട് ഇൻ മോസ്റ്റ് എഫക്റ്റീവ് അൽഗോരിതം മോഡൽ. അതായത് നമ്മൾ ഇന്നലെ പഠിച്ച ഏതെങ്കിലും ഇതിലെ ഒരു അൽഗോരിതം മോസ്റ്റ് ഇമ്പോർട്ടന്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അൽഗോരിതം വെച്ച് അതിൻ്റെ അകത്ത് ഫീച്ചറിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ദിസ് ഈസ് ദ റെഫേർഡ് ടു ആസ് എ ഫോർവേഡ് ഫീച്ചർ സെലക്ഷൻ. ആഫ്റ്റർ ദാറ്റ് ഈച്ച് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ദ ഫീച്ചർ that are selected and a subsequent features is analyzed. അതായത് നമ്മൾ അതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള ഏതൊക്കെയായിരിക്കും കൂടുതലായിട്ട് വരുന്ന എന്നുള്ള ഫീച്ചേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് സബ്സിക്വന്റ് അനലൈസ് ചെയ്തിട്ട് അതിനെ സെലക്ട് ചെയ്യണം. And then the second feature is selected and so on until the required specified number of features is chosen. The operation of the forward feature selection algorithm is depicted here in the figure. ഇവിടെ നോക്കിയാൽ മതി.
നമുക്ക് സെലക്ഷൻ്റെ സബ്സെറ്റ്, അതായത് ഓൾ ദ ഫീച്ചേഴ്സ് വരും, നമ്മൾ അതിനെ ജനറേറ്റ് ചെയ്യും. അതിനകത്ത് നമ്മൾ വരാലും അൽഗോരിതംസ് കൊടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഓരോരോ അൽഗോരിതം ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്ത് പെർഫോമൻസിനനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ the procedure to follow in order to carry out the forward feature selections. എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Train the model with each feature being treated as a separate entity. And separate ഓരോന്നിനെയും നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് എടുക്കും മോഡല്. ആൻഡ് ഈച്ച് ഫീച്ചർ ഓരോന്നിനെയും നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് എടുത്തിട്ട് ഓരോന്നിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. സെലക്ട് ദ വേരിയബിൾ ദാറ്റ് റിസൾട്ട് ഇൻ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ്. എന്നിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് വരുന്ന ഹയസ്റ്റ് ലെവൽ ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ളതിനെ സെലക്ട് ചെയ്തെടുക്കും. ക്യാരി ഓൺ ദിസ് വിത്ത് ദ പ്രോസസ് വൈൽ ഗ്രാജുവലി ഇൻട്രോഡ്യൂസിങ് ഈച്ച് വേരിയബിൾ. ദ വേരിയബിൾ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ദ greatest amount of improvement is one that kept performance the entire process once more until the performance of the model does not show any meaningful signs of improvement. But a fitness level prediction based on the 3 independent variables is used to show how the forward feature selections. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒന്ന് ഐഡീസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കാലറീസ് വേണ്ട ഇത്രയൊക്കെയാണ് നൽകും. ഇപ്പൊ ഒരു 121 ഇതുള്ള ഒരാളുടെ ഇതെങ്ങനെയായിരിക്കും, കാലറീസിന്റെ ഒക്കെ ആയിരിക്കും, ജെൻഡർ എന്തായിരിക്കും, ഇത് പ്ലേസ് സ്പോർട്സ് ആയിരിക്കും, ഫിറ്റ്നസ് ലെവൽ ആണ് എന്തായിരിക്കും എന്നുള്ള, ഫിറ്റ് ആണോ അൺഫിറ്റ് ആണോ ഓരോന്നും നമ്മൾ പറയുക, ഓരോന്നിന്റെയും കേസിൽ പറയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എ ഫോർവേഡ് ഫീച്ചർ സെലക്ഷൻ ഈസ് ടു ട്രെയിൻ മോഡൽ ആൻഡ് ജഡ്ജ് ഹൗ വിൽ ദേ വർക്ക്. അപ്പം നമ്മളൊരു മോഡലിനെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ചെയ്യുന്നത്. ഒരു മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്നാ പറയുന്ന ഒരു ഫിറ്റ്നസ് ലെവലിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഓരോന്നും ഇത്ര ഇന്നതാണെങ്കിൽ ഇന്നതാണ്, ഫീമെയിൽ ആണോ അല്ലെങ്കിൽ അയാൾ സ്പോർട്സ് കളിക്കുന്നുണ്ടോ, അങ്ങനെയാണ് ഫിറ്റ് ആണോ. ഇപ്പം സ്പോർട്സ് ചെയ്യാത്തൊരൊക്കെ ആളാണെങ്കിൽ ഒരു വളരെയധികം ഇത് വരുവാണെങ്കിൽ നോക്കിക്കാൻ മതി, 342 ഫീമെയില് നോയാണ്, അപ്പൊ എന്തായിരിക്കും അൺഫിറ്റ് ആണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഫിറ്റ്നസ് ലെവൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന് കളറൈസ് ബേസില് പിന്നെ ജെൻഡർ ബേസിൽ ഇവിടെ കണ്ടോ ഓരോന്നിനെ എക്സ്ട്രാക്ട് ചെയ്യാണ് ഏത് കേസിൽ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഇതിന്റെ മൊത്തത്തിൽ ഒരു ടേബിൾ പറഞ്ഞു. അടുത്തൊരു ടേബിൾ പറയുന്നത് for the steps, first step in a forward selection train model and judge how well will work by looking at each parameters. So if you have a 3 independent variables, ഏതൊക്കെയായിരിക്കും 3? We will train 3 models. One of those like 3 trials ഉണ്ടായിരിക്കും. Let us say that we trained the model using the calories. നമ്മൾ ആദ്യം കലോറീസിനെ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ഫിറ്റ്നസ് ലെവൽ എടുക്കുന്നു. അടുത്തത് ജെൻഡറിനെ വെച്ചിട്ട് അടുത്ത വിൽ നെക്സ്റ്റ് യൂസ് ദ ജെൻഡർ ഫീച്ചർ ടു ട്രെയിൻ. ജെൻഡറിനെ വെച്ചിട്ട് നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നോക്കുന്നു ജെൻഡർ ബേസിൽ നോക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും അതിന്റെ ഫിറ്റ്നസ് ലെവൽ. ജെൻഡർ അതായത് കലോറി ബേസിൽ നോക്കുമ്പോൾ ഫിറ്റ്നസ് ലെവൽ എത്രയാണെന്ന് നോക്കും. ഇതിപ്പോ 3ന്റെയും കൂടെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കലോറീസ് ലെവല്, ജെൻഡർ പ്ലസ് സ്പോർട്സ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കേസ് എന്ന് പറയാം കലോറി ബേസിൽ ഫിറ്റ്നസ് ലെവൽ എങ്ങനെയാണ് നോക്കും, ജെൻഡർ ബേസിൽ ഫിറ്റ്നസ് ലെവൽ എങ്ങനെയാണ് നോക്കും, പ്ലസ് സ്പോർട്സിന്റെ രീതിയിൽ ഫിറ്റ്നസ് ലെവൽ എങ്ങനെയായിരുന്നു നോക്കും. എന്നിട്ട് നമ്മൾ കണ്ടോ ഇതിന്റെ 3ന്റെയും കൂടെ ഒരു അക്യുറസി നോക്കും. എന്നിട്ട് നമ്മൾ അതിന്റെ അകത്തുനിന്ന് ഏറ്റവും ഇതായിട്ടുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫീച്ചർ സെലക്ഷൻസ് എടുക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ ഡേറ്റാസ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഡേറ്റാസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഡേറ്റാസിനെ എക്സ്ട്രാ. അപ്പൊ ഞാനത് എടുത്തെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്. സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിനകത്ത് നിന്ന് നമ്മൾ എന്തായിരിക്കും സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ കലോറി ബേൺസിന്റെ കേസിൽ ഫിറ്റ്നസ് ലെവൽ എത്രയാണെന്ന് ഒരു ഇത് കണ്ടുപിടിച്ച് വെക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു അക്യുറസി എന്തായിരിക്കും, മാക്സിമം ഒരു എത്ര പെർസെന്റേജ് വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കും. എത്ര ഓരോന്നിന്റെയും കൗണ്ട് ചെയ്തിട്ട് നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിക്കും. അടുത്തത് നമ്മൾ ജെൻഡർ ബേസിൽ നമ്മൾ അതിന്റെ ഒരു അക്യുറസി ലെവൽ എത്രയായിരിക്കും എന്ന് നോക്കും. പ്ലസ് സ്പോർട്സ് ലെവലിൽ അങ്ങനെ എത്രയാണെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ ഇത് ഒരു 100% എത്ര വന്നിട്ടുണ്ട്, ഫിറ്റ്നസ് ലെവൽ എത്രയായിരിക്കും എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അതിന്റെ 3നെയും കൂടെ നോക്കിയിട്ട് വീണ്ടും നമ്മൾ അതിന്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ ഫീച്ചർ എക്സ്ട്രാക്ഷൻ കണ്ട വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ സംഭവം തന്നെ ഫീച്ചർ എക്സ്ട്രാക്ഷൻ വിളിക്കുന്ന പ്രോസസ് ഓഫ് റെഡ്യൂസിംഗ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സ് നീഡഡ് ടു ഡിസ്ക്രൈബ് എ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഈസ് കോൾഡ് എ ഫീച്ചർ എക്സ്ട്രാക്ഷൻ. ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയിൽ നിന്ന് നമ്മൾ വേണ്ടതിനെ ചെറുതായിട്ട് തിരിച്ചെടുക്കുന്നതാണ്. In simple term, feature extraction can be described as a technique for defining a set of features or a visual qualities that the best show the informations. A feature extraction technique such as PCA, ICA, LDA, LLT, TSNE and A are some of the common example in a machine learning. അപ്പം അതിനകത്ത് പറയുന്നതാണ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഫിൽ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. എന്തൊക്കെയായിരിക്കും നോക്കാം. ഇറ്റ് ടേക്സ് എ റോ ഡേറ്റ കോൾഡ് ഫീച്ചേഴ്സ് ആൻഡ് ടേൺ ഡൗൺ ഇൻടു യൂസ്ഫുൾ ഇൻഫർമേഷൻ ബൈ റീഫോർമാറ്റിംഗ്. അപ്പൊ നമ്മൾ അതിനെ ഡേറ്റാസ് തരുന്നു, അതിനെ നമ്മൾ മുമ്പത്തെ ഒരു കേസിൽ നമ്മൾ അതിനെ റീഫോർമാറ്റ് ചെയ്യുന്നു. റീഫോർമാറ്റ് നമ്മൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ഫോർമാറ്റൊക്കെ എന്തെങ്കിലും തെറ്റാണ് റീഫോർമാറ്റിംഗ് ചെയ്യുന്നു, കമ്പൈനിങ് ചെയ്യുന്നു ആൻഡ് ചേഞ്ചിങ് ദ പ്രൈമറി ഫീച്ചേഴ്സ് ഇൻ ടു എ ന്യൂ വൺ. ദ പ്രോസസ് കണ്ടിന്യൂസ് until a new set of data created that a machine learning models can use to reach their goals. അപ്പൊ നമ്മൾ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ലെവലിൽ ഞാൻ പറയാണ്, നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റാസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു റീഫോർമാറ്റിംഗ് ചെയ്യും, കമ്പൈൻ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ചേഞ്ച് പ്രൈമറി ഇതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവ ഡയമെൻഷൻ റിഡക്ഷൻ ടെക്നിക്സിൽ രണ്ട് രീതിയിലുണ്ട്. പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് ആൻഡ് ഫിഷർ ലീനിയർ ഡിസ്ക്രിമിനേഷൻ. അപ്പം PC എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസും LD എന്ന് പറഞ്ഞാൽ ഫിഷർ ലീനിയർ ഡിസ്ക്രിമിനന്റ് അനാലിസിസ്. അപ്പൊ അത് ഓരോന്നും പറയുന്നുണ്ട്. ദ റിഡക്ഷൻ ഓഫ് ഡയമെൻഷനാലിറ്റി ക്യാൻ ബി എ ലീനിയർ ഓർ നോൺ ലീനിയർ ഡിപ്പെൻഡിങ് ഓൺ ദ മെത്തേഡ് യൂസ്ഡ്. ദ മോസ്റ്റ് കോമൺ ലീനിയർ മെത്തേഡ് ഈസ് കോൾഡ്, അതായത് ലീനിയറോ നോൺ ലീനിയറോ ആകാം. അപ്പൊ അതിൻ്റെ അകത്ത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ലീനിയർ മെത്തേഡ് ആണ് ഇതെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്. PCA, what is PCA and what is the full form of PCA and what is the full form of LDA എന്ന് ചോദിക്കാറുള്ളതാണ്. ഇനിയത്ത് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്. പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ കാൾ പേഴ്സൺ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു കം അപ്പ് ദിസ് പ്ലാൻ. It is based on the idea that when data from a higher dimensional space is put into a lower dimensional space, the lower dimensional space should have the most variations. Higher dimension നിന്ന് lower dimension ലേക്ക് മാറ്റുന്നു. The most in the simple term, the principal component analysis is a way to get a important variable in the form of components from a large set of variable data set. It tends to find the large set of variables, get important variables. അതിന്റെ എന്തായിരിക്കും ചെയ്യുന്ന PCA is a way to get important variables from a എന്തായിരിക്കും ഇമ്പോർട്ടന്റ് വേരിയബിൾസ് ഫ്രം എ ലാർജ് സെറ്റ് ഓഫ് വേരിയബിൾസ് ഇൻ എ ഡേറ്റ സെറ്റ്. It tends to find the direction in which the data is most spread. PCA is more useful when you have data with three or more dimensions. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഈ PCA methods following the primary sets that should be followed. Either obtain the data set you need, calculate the mean of the vector, deduct the mean of the given data from the total, complete the computation for the covariance method, determines the agent vectors and agent values of the matrix that represent the covariance matrix, creating a feature vector and deciding which component would be the major ones, the principal components. Merits of the dimensionality reduction, limitation of dimensionality reduction. ഇത് സാധാരണ ചോദിക്കുന്നതാണ്. It's help to compress data which reduce the amount of space needed to store it with an amount time it to take process it. Either dimensionally reduction മെറിറ്റ്സും ഡിമെറിറ്റ്സും ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. It helps to compress data which reduce the, അപ്പൊ കംപ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം reduce the സ്പേസും അതുപോലെ തന്നെ സ്പേസ് needed to store it and the amount of time to take it process it. If there are any redundant features, it also help to
get rid of them. Limitations ആണെങ്കിൽ you might lose some data, you might lose some data. PCA fails when the mean and convenience are not enough to describe data set. We don't know how many major parts we need to keep track, but a practice we follow some rules. അപ്പം ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഇതിനകത്ത് പറയുന്നത്. ഇനി ലീനിയർ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ മോസ്റ്റ് കേസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ലോജിസ്റ്റിക് റിഗ്രഷൻ ഹാസ് ബീൻ restricted to problem involving two classes of object. On the other hand, the linear discriminant analysis is a linear classification method that is recommended to use where there are more than two classes. അത് നിങ്ങൾ നോക്കിക്കണം. When there are more than two classes. When there are more than two classes, analysis is a linear classification methods that recommended to use when there are more than two classes. The algorithms for a linear class logistic regression is on to being both straightforward and robust. On the other hand, there are a few restriction of faults by the systems. അതായപ്പോ ഇതിനകത്ത് വരുന്ന ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് ബൈനറി ക്ലാസ് പ്രോബ്ലംസും unstable but a well-defined class. Either binary class problems and the concern regarding the binary class is that logistic regression is utilized for issues that involve a binary classification or a two classes. It is a possible to enhance it such that it can manage multiple class categorization, but in practice this is not a very common. Either multiple class categorization ഇവിടെ വരുന്നുണ്ട്. പിന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ബട്ട് വിത്ത് വെൽ ഡിഫൈൻഡ് ക്ലാസ്സസ് അവിടെ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കും ഇരിക്കുന്നത്. വെൻ ദീസ് ക്ലാസ് ആർ എക്സ്ട്രീംലി ഡിസ്റ്റിങ്ക്ട് ഫ്രം വൺ ആൻഡ് ലോജിസ്റ്റിക് become unstable. In the view of the limitation of the logical regression as discussed, നമ്മൾ അതിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ LDM മോഡൽസ് അത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വന്ന സംഭവം തന്നെയാണ്. അപ്പം അത് നോക്കിയാൽ മതി. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വരുന്നത് അസോസിയേറ്റീവ് റൂൾസ് ആണ്. അസോസിയേറ്റീവ് റൂൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനകത്ത് നമ്മൾ അസോസിയേറ്റീവ് റൂള് പഠിച്ചതാണ്. അപ്പം ഇമേജിങ് എ സെയിൽസ് പേഴ്സൺ അറ്റ് എ ഷോപ്പ്, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ഒരു പ്രോഡക്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ ബ്രെഡ് എടുത്താൽ ബട്ടർ എടുക്കുക, അങ്ങനത്തെ ഒരു കേസ് ഒക്കെ വരുന്നത്. അതായത് ഇമാജിൻ എ സെയിൽസ് പേഴ്സൺ അറ്റ് എ ഷോപ്പ്. ഇഫ് യു ബൈ എ പ്രോഡക്റ്റ് ഫ്രം ദ ഷോപ്പ്, ദ സെയിൽസ് പേഴ്സൺ റെക്കമെൻഡഡ് ടു മോർ ഐറ്റംസ് റിലേറ്റഡ് ടു ദ പ്രോഡക്റ്റ് യു ഹാവ് ബീൻ പർച്ചേസ്ഡ്. ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ചെന്നിരിക്കുകയാണെങ്കിൽ നമ്മളോട് ഇപ്പം ചോദിക്കും ബ്രെഡ് എടുക്കുമ്പോൾ സെയിൽസ്മാൻ ചോദിക്കും ബ്രെഡ് എടുക്കുന്ന ജാം എടുക്കട്ടെ അല്ലെങ്കിൽ ബട്ടർ എടുക്കട്ടെ. അങ്ങനെ നമ്മളോട് ചോദിച്ച് അവരുടെ ഒരു സെയിൽസ് കൂട്ടുന്ന ഒരു ഇതാണ് വരുന്നത്. He may also suggest you about the items that you are frequently brought with the product you have been purchased. നമ്മൾ സാധാരണ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് സെയിൽസ് പേഴ്സൺ നമ്മൾ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും ഈ ബ്രെഡ് എടുത്തോ, ഇത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇന്ന സാധനമായിരിക്കും. ഇപ്പൊ നമ്മൾ പരിചയമുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ചെല്ലുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന സാധനങ്ങൾ നല്ലതാണ് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറയും. നമ്മുടെ ഒരു മാർക്കറ്റ് അനാലിസിസ് ആണ്. അതായത് അവരുടെ നമ്മളെ അനാലിസിസ് ചെയ്തിട്ട് പറയുന്ന ഒരു അപ്പൊ ഇങ്ങനെ നമ്മുടെ സെയിൽസ് വേഴ്സസ് അനാലിസിസ് പർച്ചേസ് habits of the customers, their products and taken grow the information are to markets in set of product. ഇങ്ങനെ അവിടെ അയാൾ ഇങ്ങനെ ഒരു
പിന്നെ ബ്രെഡ് എടുക്കുന്ന ബട്ടർ എടുക്കുന്ന അല്ലെങ്കിൽ ജാം എടുക്കുന്ന നമ്മൾ സിമ്പിൾ നമ്മളിപ്പം നമ്മൾ സാധാരണ ആണെങ്കിൽ നമ്മളൊരു ഓർണമെന്റ്സ് ആണ് അതുമായിട്ട് അപ്പം മെഷീൻ ലേണിംഗ് ഇത് കൺസെപ്റ്റ് സൂപ്പർ മാർക്കറ്റ് വേർ ഓൾ ദ റിലേറ്റഡ്. അതായത് ഞാനിങ്ങനെ പറഞ്ഞു വന്നു, നമുക്ക് ഓരോരോ ഐറ്റംസ്, അതായത് നമുക്ക് കോസ്മെറ്റിക് റൈസ് നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചാൽ അല്ലെങ്കിൽ അവിടുന്ന് തപ്പി കണ്ടുപിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കുറെ റിലേറ്റഡ് ആയിട്ട് ഐറ്റംസ് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോയിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്ന വീട്ടിലത്തെ പ്ലേറ്റ് കഴുകുന്ന ക്ലീനിങ് സോപ്പ് സൊല്യൂഷൻസ് തീർന്നു പോയി, അപ്പൊ അത് എടുക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ റിലേറ്റഡ് അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് മറന്നുപോയ ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ അസോസിയേറ്റീവ് റൂൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളോട് അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ നമ്മളോട് ചോദിക്കും ഇന്നത് വേണോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ. അപ്പൊ ആ രീതിയിൽ അതിന്റെ ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഫ്യൂ ടേംസ് ദ വൺ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഫോർ അൽഗോരിതം. K item set. It is a set of K item. For example, 2 item set can be pencil, eraser, or a bread, butter, etc. 3 items is a bread, butter, milk. Support എന്ന് പറയുമ്പോൾ frequency of appearance of an item appears in the considered transaction is called as the support of an item. Mathematically, support of an item X is എങ്ങനെയായിരിക്കും ഡിപെൻഡ് അതായത് number of transaction containing X by total number of considered transaction. ഇത് നമ്മൾ എത്ര മാത്രം ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടോ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കോൺഫിഡൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഒബ്റ്റൈനിങ് ഐറ്റം ബൈ അലോങ് വിത്ത് ആൻ ഐറ്റം എക്സ്. മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എങ്ങനെയായിരിക്കും ഡിഫൈൻഡ് ചെയ്തിരിക്കുന്നതാണ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കണ്ടെയ്നിങ് എക്സ് ആൻഡ് ബൈ നമ്പർ ഓഫ് കൺസിഡർഡ് കണ്ടെയ്നിങ് എക്സ്. കോൺഫിഡൻസ് can be defined by as a probability. പ്രോബബിലിറ്റിന്റെ കേസിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കോൺസിക്വൻസ് ഇൻ ടേംസ് ഓഫ് സപ്പോർട്ടിന്റെ ബേസിലും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് അസോസിയേറ്റീവ് റൂൾസ്. അപ്പം ഇവിടെ നമ്മൾ അസോസിയേറ്റീവ് റൂൾസിന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ലെറ്റ് I equal to I1, I2, etc. IN ആൻഡ് എ സെറ്റ് ഓഫ് ഐറ്റംസ് വരുന്നത് ഇവിടെ I എന്ന് പറയുമ്പോൾ items be a set of items and T എന്ന് പറയുമ്പോൾ is a set of transaction where each transaction TI contains a not-null set of item purchased by a customer set TI products. Let each item I in the store be represented by a binary variable B. The variable take by the value 0 and the values എന്തെങ്കിലും 0 or 1 ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. T1 എന്തായിരിക്കും, T2 എത്ര ആയിരിക്കും, T3 എന്തായിരിക്കും. അപ്പം ഇവിടെ നോക്കിയാൽ മതി T1, T2, T3 നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ അതിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മിൽക്ക്, കുക്കീസ്, ബ്രെഡ്, ബട്ടർ, എഗ്. അപ്പം T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷനകത്ത് മിൽക്ക് വന്നിട്ടുണ്ടോ, കുക്കീസ് വന്നിട്ടുണ്ടോ, ബ്രെഡ് വന്നിട്ടുണ്ടോ, ബട്ടർ ഇല്ല, എഗ് ഇല്ല. ആ രീതിയിൽ നിങ്ങൾ അതിനെ റെപ്രസെന്റ് ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ T2ന്റെ കേസിൽ വരുമ്പോഴത്തേക്കും മിൽക്ക് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, എഗ് ഉണ്ട്, ബട്ടർ ഉണ്ട്. അപ്പൊ 2 എണ്ണം 0 ആയിരിക്കും. ഏതൊക്കെയായിരിക്കും? അടുത്ത കേസിൽ ഇതിനകത്ത് കുക്കീസ് ഇല്ല, പിന്നെ വേറെ എന്താണ് ഇല്ലാത്തത്? 4 എണ്ണേ ഉള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്കും 4 1 വരും, ഒരു 0 വരും. അടുത്തതിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും മിൽക്ക്, കുക്കീസ്, ബ്രെഡ്, ബട്ടർ. അപ്പൊ എഗ് ഇല്ല, അതിന്റെ അവിടെ 0 വരും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ സപ്പോർട്ടും കോൺഫിഡൻസും എങ്ങനെയായിരിക്കും എന്നുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ വാല്യൂസ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് മിൽക്ക് ടോട്ടൽ എത്രയുണ്ട്, 3/4 3. ട്രാൻസാക്ഷൻ ഇതിനകത്ത് 3ഉം ടോട്ടൽ എത്ര ട്രാൻസാക്ഷൻ വരുന്നുണ്ട്, 4 എണ്ണം. അപ്പം ആ രീതിയിൽ ഇത് നിൽക്കുന്ന സപ്പോർട്ട് ഇത് നമ്മൾ 3/4 ഡിവൈഡഡ് ബൈ സപ്പോർട്ട് മിൽക്ക്. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നതാണ്. ഇനി അസോസിയേഷൻ റൂൾസ് ഡിസ്കവറി. The problem of discovery of association rules can be stated as a given set of transaction T. Find the rules whose support and confidence are greater than or equal to the minimum support and confidence threshold. Traditional approach to generate associative rules to compute the support and the confidence every possible combination of item.
but this approach is computationally not possible as a number of combination of item can exponentially count. ഇതിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ കൂടുതലായിരിക്കും. ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും നമ്മൾ ഓരോന്നിനെ കോമ്പിനേഷൻ വരുമ്പോഴത്തേനും അതിന്റെ ലെന്ത് വളരെ കൂടുതലായിരിക്കും. ടു അവോയ്ഡ് സച്ച് എ ലാർജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻ ബേസിക് ഷുഡ് ബി ഇഗ്നോർ the needless computation without computing their support and confidence soar. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, we can observe from table 1 that the combination milk and egg can be ignored as a combination infrequent. However, we tune the rule milk implies egg without computing the support and confidence. അപ്പൊ നമ്മൾ ആ ഒരു കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ട് വരും. നമ്മൾ എപ്പോഴും അങ്ങനെ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. Therefore, the steps for obtaining association rules can be summarized. Find all frequent item set. നമ്മൾ എല്ലാ ഐറ്റം സെറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും. ബൈ ഡെഫിനേഷൻ obtain the frequent item set of items whose support score is less than the minimum support. Generate a strong association by definition. Obtain rules for the item set obtained in a step 1 with a support score as a minimum support and a confidence for a minimum confidence. So these rules are called as a strong rules. നമ്മൾ അതിനാണ് സ്ട്രോങ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതിന്റെ അത് പറയുന്നതല്ല, ചലഞ്ച് ഇൻ ഒബ്റ്റൈനിങ് അസോസിയേഷൻ റൂൾസിനകത്ത് വരുന്നതാണ് ലോ ത്രെഷോൾഡ് വാല്യൂസ്. ലോ ത്രെഷോൾഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രെഷോൾഡ് അറിയാം, നമ്മൾ അതിന്റെ ഒരു ഇതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഈ മിനിമം ത്രെഷോൾഡ് സപ്പോർട്ട് ഈസ് സെറ്റ് ക്വൈറ്റ് ലോ. There many items can belong the frequent item set. Solution to the problem is to define a closed frequent item set and maximal frequent item set. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണ് ക്ലോസ്ഡ് frequent item set. A frequent item set A is said to be a closed frequent item system if it is closed and has support score at least equal to minimum support. An item is said to be closed in a data set T if there does not exist any support B such that the support B equals support A. Maximal frequent item set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a frequent item set A is said to be a maximal frequent item set of T if A is frequent and they resist in a superset B and such set. അപ്പൊ അതിനാണ് നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ മതി. നമുക്ക് രണ്ട് ഐറ്റം ക്ലോസ്ഡ് ഐറ്റം സെറ്റും ഉണ്ട്, ഫ്രീക്വന്റ് ഐറ്റം സെറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ ക്ലോസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ ഇതിൽ വരുന്നതാണ് ക്ലോസ്ഡ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം മാക്സിമം ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. അപ്പൊ അത് നിങ്ങൾ ഈ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് തന്നെ നിങ്ങളൊന്ന് ഇത് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചാൽ മതിയായിരിക്കും. ഇനി ഇത് തന്നെ അപ്രോഡിയ അൽഗോരിതംസ് എന്ന് പറഞ്ഞ അഗ്രവാൾ ആൻഡ് ശ്രീരംഗൽ പ്രൊപ്പോസ്ഡ് ചെയ്തിരിക്കുന്ന ഇതാണ്. അപ്പം അത് ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ മതി. ഇതിനകത്ത് ഡേറ്റ ഒരു നള്ളായിട്ടുള്ള ഇതിനകത്ത് നിന്ന് നമ്മൾ ഏതൊക്കെ ഡേറ്റയ്ക്ക് പോകുന്നു, പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മളൊരു ഡേറ്റാസ് സെലക്ട് ചെയ്തെടുക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ നോക്കിയാൽ മതി. ഇപ്പം ഓരോന്നിൻ്റെ അകത്ത് ഫ്രീക്വന്റ് ഐറ്റംസ് അതെനിക്കാം 1 ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് 1ന്റെ അകത്ത് ഏതാ വരുന്നത്, 1 ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനകത്ത് ഏത് വരുന്നു, അത് രണ്ടും കൂടെ ഒരു കോർഡിനേറ്റ് ചെയ്ത് ഏത് വരുന്നു. അപ്പൊ അങ്ങനെ അത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് വരുന്ന രീതിയിലുള്ള ഒരിതാണ് എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു സെറ്റിനകത്ത് വന്നിരിക്കുന്ന 2 സെറ്റിനകത്ത്. അപ്പൊ നമ്മൾ അതിനെ എല്ലാത്തിനെയും ഇതുണ്ടോ ബ്രെഡ് ബട്ടർ ബ്രെഡ് കുക്കീസ് ബ്രെഡ് എഗ് ബ്രെഡ് മിൽക്ക്. നമ്മളിപ്പോ ഓരോന്നിനകത്താണെങ്കിൽ ബ്രെഡ് ബട്ടർ ബ്രെഡ് കുക്കീസ് ബ്രെഡ് എഗ് ബ്രെഡ് മിൽക്ക്. ഇവിടെ എന്നായിരിക്കും ബ്രെഡ് ബട്ടർ, അത് വരേണ്ട ആവശ്യമില്ല കാരണം നമ്മളത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി എന്നായിരിക്കും ബ്രെഡ് കുക്കീസ് എഗ് അല്ലെ. ഇപ്പൊ നമ്മൾ തിരിച്ചെടുക്കും ഓരോന്നിനകത്ത്. ഇപ്പം ബ്രെഡ് ബട്ടർ ബ്രെഡ് കൂടി അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തതിന് എന്തായിരിക്കും എടുക്കുന്നത്, ഇനി ബട്ടർ കുക്കീസ് ബട്ടർ എഗ് ബട്ടർ മിൽക്ക്. ഇനി കുക്കീസ് വരുമ്പം കുക്കീസ് ബ്രെഡ് വരേണ്ട ആവശ്യം അത് വന്നിട്ടുണ്ട്. അപ്പം കുക്കീസ് എഗ് കുക്കീസ്
മിൽക്ക്. അപ്പൊ ആ രീതിയിൽ നമ്മളൊരു അസോസിയേറ്റീവ് റൂൾസ് നമ്മൾ ഓരോന്നിനും ഹെൽപ്പായിട്ട് നമ്മൾ എടുക്കുന്നതിനാണ് അസോസിയേറ്റീവ് റൂൾസ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല, നമ്മൾ അതിന്റെ ടേബിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ അതിന്റെ കൗണ്ട് എടുക്കണം. ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി, ഇതിനകത്ത് ഐറ്റം സെറ്റ് അതിന്റെ സപ്പോർട്ട് കൗണ്ട് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, ബ്രെഡ് കുക്കീസ് എത്ര പ്രാവശ്യം, ബ്രെഡ് മിൽക്ക് അതിന്റെ സപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ഇതിൽ വരുന്ന വാല്യൂസ് സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് ആദ്യം പറഞ്ഞ ആ സംഭവം തന്നെ. ഇനി അടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് FP tree growth algorithm, although there had been significant reduction in the number of candidate item set, yet the algorithm can slow due to scanning of entire transaction set ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയാം, മുമ്പത്തെ കേസിൽ നമുക്ക് entire transaction set ഇങ്ങനെയൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. സോ ഫ്രീക്വന്റ് പാറ്റേൺ കോഡ്സ് ഓൾസോ കോൾഡ് FP ഗ്രോത്ത് മെത്തേഡ് എംപ്ലോയി ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി ടു ട്യൂനേറ്റ് ഫ്രീക്വന്റ് ആയി. നമ്മൾ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളൊരു കോൺകർ ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. വർക്കിംഗ് ഓഫ് FP growth algorithms create a frequent pattern tree or FP by compressing the transaction data set along with preserving the transaction about the items. The tree structure also retain the association among the items. Either divide the transaction database into a set of condition. We condition based data set where each associated with the frequent or a pattern fragment. Example database ഒരു ഡേറ്റാബേസ് എടുക്കുന്നു, അതിനെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ചില ഫ്രാഗ്മെന്റ് അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് നമ്മൾ അതിനെ എക്സാമിൻ ചെയ്യുന്നു. ഈ പാറ്റേൺ ഫ്രാഗ്മെന്റ് എക്സാമിൻ ഇത് അസോസിയേറ്റഡ് by therefore this approach may substantially reduce the size of the item sets to be searched. ഒരു സൈസ് നോക്കിയിട്ട് നമ്മൾ അതിന്റെ ഐറ്റം സെറ്റ് സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഈ അഡ്വാൻറ്റേജസ് ഓഫ് FP ഗ്രോത്ത് ഓവർ അപ്രൂവൽ എന്ന് പറയുന്നത് effective, efficient than appropriate algorithms, no candidate item set generations, only 2 passes over the transaction set. അപ്പം അത്രയാണ് അതിനകത്ത് വരുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഓരോന്നും വെച്ച് വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പം അസോസിയേറ്റീവ് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, എന്തായിരിക്കും, നമ്മൾ ഏതെങ്കിലും ഒരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ഡേറ്റയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പം ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ബട്ടർ എടുക്കുന്നു, അല്ലെങ്കിൽ മിൽക്ക്, എഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുന്ന ഇതിനാണ് നമ്മൾ അസോസിയേറ്റീവ് റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഇതുപോലെ ഒരു എക്സാമ്പിൾ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ വരച്ച് കാണിച്ച് ബ്രെഡും ബട്ടറും, അപ്പൊ ഞാൻ മുമ്പേ കാണിച്ച അതിന്റെ ഒരു രീതിയിൽ ഓരോന്നിനും എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനത്തെ രീതിയിൽ വരച്ച് കാണിച്ച് നിങ്ങൾ അത് ചെയ്ത് കാണിക്കാൻ നോക്കുക. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ ഓരോന്നും ഉണ്ട്, അപ്പൊ നിങ്ങളതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കുക. ഇനി അടുത്തത് വീണ്ടും വന്നിരിക്കുകയാണ് ക്ലസ്റ്ററിങ്. എന്താണ് ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞേ കൃതിക, വാട്ട് ഈസ് ക്ലസ്റ്ററിങ്? കേട്ടോ, ഞാൻ പറഞ്ഞില്ല, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഒരു ക്ലാസ് മിസ്സാകാതിരിക്കാൻ. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് ശരിക്കും പറയുകയാണെങ്കിൽ പറയേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണ് വാട്ട് ഈസ് ക്ലസ്റ്ററിങ്? കൃതിക, ഒരുപോലുള്ള ഡേറ്റകളെ എല്ലാം കൂടെ വെരി ഗുഡ്, അത് തന്നെയാണ് കറക്റ്റ്. അതായത് ക്ലസ്റ്റർ അനാലിസിസ് എ മെത്തേഡ് ഓഫ് ഡിവൈഡിങ് എ ഗ്രൂപ്പ് ഓഫ് ഡേറ്റ ഒബ്ജക്റ്റ് ഇൻടു എ സബ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദ സിംഗിൾ ഒബ്സർവേഷൻ. അതായത് ഒരുപോലെയുള്ള ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ പലയിടത്തായിട്ട് ചിതറി കിടക്കുന്ന ഡേറ്റാസിനെ നമുക്ക് അതിനകത്ത് ഒരുപോലെ ഉള്ളതിനെ, അപ്പം നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. ആ പിക്ചോറിക്കൽ, അതായത് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു കേസിൽ നമ്മൾ ആ കാണിച്ചിരുന്നത്, ഞാൻ ഇന്നലെ ഒരു ക്ലാസ് എ ക്ലാസ് ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചായിരുന്നു. അപ്പൊ ആ രീതിയിൽ അതിനെ തന്നെ ആ ഒരു പിക്ചർ തന്നെ എടുത്തിട്ട് അങ്ങനത്തെ രീതിയിൽ ആ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് തന്നെ നിങ്ങളത് ചെയ്ത് കാണിക്കുക. ക്ലസ്റ്റർ അനാലിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിവൈഡിങ് എ ഗ്രൂപ്പ് ഓഫ് ഡേറ്റ ഒബ്ജക്റ്റ് ഇൻടു എ സബ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ എ സിംഗിൾ ഒബ്സർവേഷൻ. അതായത് നമ്മൾ ഇത്രയും പോയിന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഹാഫ് മാർക്ക്, ഒരു നല്ലൊരു പകുതി മാർക്കെങ്കിലും നമുക്ക് ഇങ്ങനെ പോരും. പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിളോ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷനോ ഒക്കെ കാണിച്ചാൽ മതി. ഫോർ ഈച്ച് ക്ലസ്റ്റർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഡേറ്റ വേർ ഒബ്ജക്ട് വിത്ത് സിമ്പിൾ properties are grouped. Also, they are similar to each other in one cluster, but differ from those objects which are in a different clusters. In simple terms, the effort of dividing a population into
multiple groups so that data points of one group can easily be compared with the data of another group. So separate the groups with the identical features and assign them into a clusters. അപ്പൊ ഇതിനകത്ത് വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഓരോന്നിനെ ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഓരോന്നിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു പാറ്റേണിന്റെ രീതി മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക്കിന്റെ ബേസിലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ അതിനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Thus, to separate the groups with the identical features and assign them into clusters. The process is performed by machine, not by humans, and is known as unsupervised learning because clustering is the form of learning by observation. Clustering is often confused with a classification in data analysis, where separation of data happens based on a class label, which is the clustering. Partition a larger data set is in a group occurs based on the similarities. Let us understand with an example. Suppose you are the head of the rental store and wish to understand the performance of your customers to scale up your business. നമ്മൾ അങ്ങനെ നമുക്കൊരു സ്റ്റോർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും അതിനെ സ്കെയിൽ ചെയ്യുന്നത്, പെർഫോമൻസ് സ്കെയിൽ ചെയ്യുന്നത്. It is possible for you to look at the details of each customer and devise a unique business strategy for one of them. അതിന് നമുക്ക് അതിനകത്ത് ഒരു യൂണിക് ഐഡിയ ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരു കസ്റ്റമർ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാം, നമുക്ക് ഓരോ കസ്റ്റമറിന് പ്രീമിയർ ആണോ ചില കാർഡുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഒക്കെ വെച്ച് നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്രമാത്രം അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ രീതിയിലൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളോട് ഫോൺ നമ്പർ അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നത്. അതായത് you can cluster all your customers into say 10 groups based on their purchasing habits and use a separate strategy for customers in each of these 10 groups, and this is what we call the clustering. Clustering is the process of dividing the entire data into a group, also known as clusters, based on the patterns in this data. ഇപ്പൊ ഇതുകൊണ്ട് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും ഓരോന്നിനെ ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് കാണിച്ചു ചെയ്യുന്നത്. ഈ റിയൽ വേൾഡ് എക്സാമ്പിൾ, എ ബാങ്ക് ക്യാൻ പൊട്ടൻഷ്യലി ഹാവ് മില്യൺസ് ഓഫ് customers. Would it make sense to look at the details of each customer separately and then decide? Certainly not. It is a manual process and will take a huge amount of time. അപ്പൊ നമ്മൾ ഓരോ പേഴ്സന്റെ ആണെങ്കിലും ഓരോ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കൊരു മാനുവൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമുക്കത് ഭയങ്കര പാട്ടാണ്. അതായത് ഇൻകം അങ്ങനെയൊക്കെ ഉള്ളൊരു കേസിൽ നമ്മൾ ഓരോരുത്തരെ എടുത്ത് സോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പം what can the bank do? Clustering comes into the rescue in this situation where the bank can group the customers based on their income. നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ അവരൊരു ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു സെപ്പറേഷൻ ചെയ്യും. നമ്മുടെ ഡേറ്റാസ് നമ്മൾ കൊടുക്കുന്ന ബാങ്കിൽ ചെന്ന് കൊടുക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് നമ്മുടെ ഇൻകത്തിനനുസരിച്ച് അവരതിനെ ചെയ്യുന്നുണ്ടായിരിക്കും. ഹൈ ഇൻകം, ആവറേജ് ഇൻകം, ലോ ഇൻകം. നമ്മളിപ്പോ നോക്കിയാൽ മതി, നമ്മുടെ അക്കൗണ്ടിലൊക്കെ ഇച്ചിരി പൈസയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്കിന്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ക്ലസ്റ്റേഴ്സിന് real world scenarios. Clustering is widely used technique in the industry. It is being used in almost every domain, ranging from banking to recommendation engineers, document clustering to images segmentation. Customer segmentation is one of the most common application of clustering and is just limited to a banking. The strategy is across function including telecom, e-commerce, sports, advertising, sales, etc. Here, document clustering is the another common application of clustering. Either document in a clustering. Let us assume that you have a multiple documents and you need to cluster into a cluster similar documents together. Either multiple similar documents. മെയിൽസിന്റെ തന്നെ അല്ലെങ്കിൽ ഫീമെയിൽസിന്റെ തന്നെ അങ്ങനെ ചില ഒരു കാറ്റഗറി വെച്ചിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലസ്റ്ററിംഗ് ഹെൽപ്പ് ടു ഗ്രൂപ്പ് ദ ഡോക്യുമെന്റ്സ് സച്ച് ദാറ്റ് ദ സിമിലർ ഡോക്യുമെന്റ്സ് ആർ ദ സെയിം ക്ലസ്റ്റേഴ്സ്. അതായത് ഇമേജ്
അടുത്തെന്ന് പറഞ്ഞാൽ ഇമേജ് സെഗ്മെന്റേഷൻ. Document clustering is another application of we can also use clustering to perform image segmentation. Here we try to club similar pixels in the image together. അപ്പം നമുക്കൊരു ഇമേജ് സെഗ്മെന്റേഷൻ ഒക്കെ സിമിലർ ആയിട്ടുള്ള നമ്മളറിയാം പല പല പിക്സൽസ് ചേർന്നിട്ടാണ് നമുക്ക് ഇമേജസ് ഉണ്ട്. അപ്പം ഒരേ രീതിയിലുള്ള ഏകദേശം ഒരു പിക്സൽസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ ക്ലബ് ചെയ്യുന്നതിനാണ് ഇത് ഇമേജ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്സ് ഓഫ് ക്ലസ്റ്ററിങ്. There are many clustering algorithms in this literature. Traditionally, documents are grouped based on how similar they are to other documents. Similarly, based algorithms define a function for computing documents. Similarly, and using the basis of assigning documents to clusters. Each cluster should have a data and are comparable to one another, but different from them in other clusters. Clustering algorithms fall into different categories based on underlying methodology of the algorithms. The structure of the final solution or a density based all the above mentioned clustering types as discussed in detail in the rest of the video. അപ്പം നമ്മൾ അടുത്ത് നിൽക്കുന്ന പാർട്ടീഷൻ ബേസ്ഡ് ക്ലസ്റ്ററിങ്. അപ്പം പാർട്ടീഷൻ ബേസ്ഡ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ക്ലബ് ചെയ്ത് കിടക്കുന്നതിന് നമ്മൾ ഓരോന്നിനെ സിമിലർ ആയിട്ടുള്ളതിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഒരു സൈഡിലുള്ളതിനെ ഇപ്പം ഇവിടെ നോക്കിയാൽ മതി, പാർട്ടീഷൻ ചെയ്യുവാണ് ഇങ്ങനെ ഇങ്ങനെ ഒറിജിനൽ പാറ്റേൺ ഇതായിട്ടാണ് നിങ്ങളത്. അപ്പൊ നമ്മൾ ഏകദേശം സൈഡിൽ വരുന്നതിനെ എല്ലാത്തിനെയും ഒരു ക്ലസ്റ്റർ. അപ്പൊ നമ്മൾ ഇവിടെ എന്നാ ചെയ്യുന്നു, ഇതിനെ നമ്മളൊരു ക്ലസ്റ്റർ ആക്കുന്നു, ഇതിനെ ഒരു ക്ലസ്റ്റർ ആക്കുന്നു, ഈ ചിതറി കിടക്കുന്നതിനെല്ലാം ഒരു ക്ലസ്റ്റർ ആക്കി മാറ്റുന്നു. The partition appropriates requires a set of starting seeds or clusters, which are then enhanced iteratively by transferring object from one group to another. Improve partitioning object in the same cluster as are near or related to one another, where object in the clusters are far apart or significantly distance. അതായത് നമ്മൾ ഫാർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനോട് ചേർന്നാണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇനി അടുത്തത് ഹൈറാർക്കിക്കൽ ബേസ്ഡ് ക്ലസ്റ്ററിങ്. Hierarchical based clustering analysis is an algorithm that groups the data points with a similar properties and these groups are termed clusters. നമ്മൾ പറഞ്ഞത് തന്നെയും പിന്നെയും തിരിച്ചു മറിച്ചും ഇവർ പറയുന്നത് മാത്രമേ ഉള്ളൂ. As a result of hierarchical clustering, we get a set of clusters and these clusters are always different from each other. Clusters of the data of this data into clusters is classified as agglomeratic clustering and divisive clustering. സാധാരണ ചോദിക്കുന്നതാണ്. ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ഹെൽപ്സിന് creating clusters in the proper order or hierarchy. പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The most common everyday example, we see how we order our files and folders in our computer by proper hierarchical. As well as hierarchical clustering in that നമ്മൾ അറിയുന്ന ഇതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അഗ്ലോമറാറ്റീവും ഡിവൈസസും. അതിനകത്ത് അഗ്ലോമറാറ്റിക് അതിനകത്ത് വരുമ്പോൾ ഏജന്റും മറ്റേതിൻ്റെ അകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡയാനയും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആഗിനസ് എന്ന് പറഞ്ഞത് അഗ്ലോമാറ്റിക് ക്ലസ്റ്ററിങ് ആഗിനസ് എന്ന് പറയുന്ന, ഡിവൈസീവ് ക്ലസ്റ്ററിങ് ആണ് എന്ത് പറയുന്നത് ഡയാന എന്നുള്ള ഇതിൽ വരുന്നത്. സാധാരണ വാട്ട് ഈസ് ആഗിനസ്, വാട്ട് ഈസ് ഡയാന, ആ രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങളിത് പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അതിന്റെ ഹൈറാർക്കിക്കൽ റെപ്രസെന്റേഷനകത്ത് ഉള്ളതാണ് എന്ന് വെച്ച് നിങ്ങളൊന്ന് കാണിക്കേണ്ടി വരും. ഹൈറാർക്കിക്കൽ ക്ലസ്റ്റേഴ്സ് ടെക്നിക് ഇൻ ടേംസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റി. സ്പേസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റിയുടെ കേസിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റി, വെൻ ദ നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ്സ് ഈസ് ലാർജർ, the space required for the hierarchical clustering technique is a large, since a similarity matrix must be stored in a RAM. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന when the number of data points is large ആണെങ്കിൽ the space required for the hierarchical clustering technique is a larger, since a similarity matrix must be stored in a RAM-ലായിരിക്കും. The space complexity is measured by order of the square of n. സ്പേസ് കോംപ്ലക്സിറ്റി എന്നുള്ളതിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 0 O of n raised n square, where n is the number of data points.
time complexity. The time complexity is also very high because execute iteration and update, restore the similarity matrix in each iteration. The order of the cube of n is the time complexity. Time complexity എന്ന് പറയുമ്പോൾ O of n square, where n is the number of data points. ഇനി അടുത്ത അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റേഷൻ ഓഫ് hierarchical techniques in the limitation. Hierarchical clustering does not have a mathematical code. All methodologies applied to calculating the similarity index between the clusters does not apply fully in every situation due to high space and time complexity. High space density based clustering techniques. Diana clusters are formed in the density depending clustering techniques based on the density of the data points represented in the data space. Those locations that become dense as a result of a large amount of data points. But in the case, large amount of data points that which there are termed as a clusters. In the case, our point of data points base clustering algorithms. അതിനകത്തുള്ളതാണ് K-means algorithm. ഇത് ഇന്നലെയൊക്കെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. Among clustering algorithm is an algorithm that tries to minimize the distance of the point in a cluster with their centroid. The K-means clustering techniques. K-means is a centroid based algorithm. It can be also called as a distance based technique. It is centroid based distance based technique where distance between points are calculated to allocate a point into a cluster. Each cluster in K-means is prepared with a centroid. K-means algorithm case K-means centroid or distance base ആയിട്ടായിരിക്കും ഇത് ചെക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിയൽ വേൾഡ് എക്സാമ്പിൾ ആണ് ഇതിനകത്ത് ഇത് പറഞ്ഞിരിക്കുന്നത്. Let us have a look and assume you went to a bookstore to purchase some books. These are several types of books that can be found there. One thing you will notice is that the books are stored in a group based on their categories. All of literature books will be kept in one location, while science book will be organized by type. The K-means algorithm main goal to reduce the sum of distance between points and their corresponding clusters centroid. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, നമുക്കിവിടെ എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് റെഡ് ആയിട്ടുള്ളതിന് നമ്മളെല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്ത ക്ലസ്റ്റർ 1, ഗ്രീൻ ആയിട്ടുള്ള ക്ലസ്റ്റർ 2, ക്ലസ്റ്റർ 3. In the figure 5, data is presented in two strategies. The first figure shows the data in a row string which will not clustered by K-means. Here, all types of data are clubbed together, thus become impossible to differentiate them into a original category. നമ്മളിങ്ങനെ ക്ലബ് ചെയ്ത് കിടക്കുന്ന നമുക്ക് അതിനെ ക്ലബ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The second figure shows the 3 clusters of 3 different colors, red, green and blue. These clusters are formed after applying K-means clustering. The second figure shows data into 3 different categories which are called clusters. ഇനി അടുത്ത വർക്കിംഗ് ഓഫ് K-means ക്ലസ്റ്ററിംഗ് അൽഗോരിതംസ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. K-means ക്ലസ്റ്ററിംഗ് ടെക്നിക് is a immense clustering algorithm to a group similar type of data in a groups which are so called clusters. It is the simplest and commonly used technique in a machine learning, extensively used for a data analysis. വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡാറ്റ അനാലിസിസ്. It can easily locate the similarity points between the differentiate data items and can group them into a clusters. Working of K-means clustering algorithm following 3 steps. 3 steps ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കും? Selection of K values, initialization of the centroids,
സെലക്ഷൻ ഓഫ് ദ ക്ലസ്റ്റേഴ്സ് ആൻഡ് ഫൈൻഡിങ് ദ ആവറേജ്. അപ്പൊ നമ്മൾ ആദ്യം ഇരിക്കുന്ന സെലക്ഷൻ ഓഫ് കെ വാല്യൂസ്, നമ്മൾ അതിൻ്റെ അകത്തെ ബിഗ് ആയിട്ടുള്ള കെ വാല്യൂസ് നമ്മൾ നോക്കും. ഇനീഷ്യലൈസേഷൻ ഓഫ് ദ സെൻട്രോയിഡ്സ്, നമ്മൾ എവിടെ നിന്നായിരിക്കും ഇനീഷ്യലൈസ് എന്ന് പറയുന്ന അതിന്റെ ഒരു സെൻട്രോയിഡ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന സെൻട്രോയിഡ്സ്, ഇനീഷ്യലൈസേഷൻ ഓഫ് ദ സെൻട്രോയിഡ്സ്, ഇതിനെ ഇത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഒരു സെൻട്രോയിഡ് കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ അതിന്റെ അകത്തുനിന്ന് എന്തായിരിക്കും ചെയ്യുന്നത്, സെലക്ഷൻ ഓഫ് ദ ക്ലസ്റ്റർ ആൻഡ് ഫൈൻഡിങ് ദ ആവറേജ്. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Agglomeratic clustering. In this case of clustering, the hierarchical decomposition is done with the help of bottom-up strategy, and it is started by creating atomic clusters by adding the one data object at a time and then merge them group to a Glick cluster at the end. അതായത് നമ്മൾ ആദ്യം ഒരു വൺ ഡേറ്റ വെച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ മെർജ് ചെയ്ത് എടുക്കുകയാണ് ഇതിന്റെ ഒരു കേസിൽ അഗ്ലോമറാറ്റിക് ക്ലസ്റ്ററിംഗ് നടക്കുന്നത്. ഇനി അത് ബേസിക് അൽഗോരിതംസ് ഓഫ് എ അഗ്ലോമറാറ്റിക് ക്ലസ്റ്ററിംഗ് എങ്ങനെയായിരിക്കുന്നതാണ്. ദ proximity matrix assume that each data point belongs to a cluster. Either do it again, combine the two groups that are the closest together. അതായത് അവിടെ ഒരു റിപ്പീറ്റ് ചെയ്യുക, അതായത് കമ്പൈൻ ദ two groups that are closest together, make it changes the proximity matrix continues until just one cluster remains. ഇനി നമ്മൾ ആഗ്നസ് എന്താണെന്നും ഡയാന എന്താണെന്നും നമ്മൾ മുമ്പേ പറഞ്ഞാണ്. അപ്പൊ അത് തന്നെയാണ് ആഗ്നസ് എന്ന് പറഞ്ഞാൽ അഗ്ലോമറാറ്റിക് നെസ്റ്റിംഗ് ആണ്. ഈസ് എ ടൈപ്പ് ഓഫ് അഗ്ലോമറാറ്റിക് ക്ലസ്റ്ററിംഗ് that combines the data into a cluster based on a similarity. The result of the algorithm is a tree-based structure called a dendrogram. ഇതിനെ ഒരു ട്രീ ബേസ്ഡ് സ്ട്രക്ചർ ആയിട്ട് വയ്ക്കുന്ന ഡെൻഡോഗ്രാം എന്നിരിക്കുന്നു. Here it uses the distance matrix decide which data points should be combined with which cluster. Basically, it constructs a distance matrix and check for the pair of clusters with the smallest distance and combine them. നമ്മളിവിടെ ഒരു ട്രീ സ്ട്രക്ചറിൽ നമ്മൾ ഇതിനെ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ കമ്പൈൻ ചെയ്ത് അതായത് സ്മോൾ ഒരെണ്ണത്തിന് തോന്നിയിട്ട് നമ്മൾ അടുത്തതിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ നമ്മളൊരു വാല്യൂസ്, അപ്പൊ ഇവിടെ ഒരു ഗ്ലോമറാറ്റിക് ക്ലസ്റ്ററിങ് എങ്ങനെയായിരിക്കുന്നത്, അതായത് ഒരെണ്ണം സിംഗിൾ ആയിട്ട് നമ്മൾ തുടങ്ങും, അതിനോട് നമ്മൾ കൂട്ടിച്ചേർക്കും, അപ്പൊ അതിനെ അടുത്ത രണ്ടെണ്ണത്തിന് തമ്മിൽ നമ്മൾ അങ്ങനെ ലിങ്ക് ചെയ്ത്. അപ്പൊ നിങ്ങൾ അഗ്ലോമറാറ്റിക് ക്ലസ്റ്ററിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് തന്നെ വേണം നിങ്ങൾ ഇത് കാണിക്കാൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് we begin at the bottom with the 25 data points, each of which assigned to a different cluster. Then two nearest clusters are selected to merge till we get only one cluster at the topmost positions. അതായത് നമുക്കറിയാം ഇതിനകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഇതിനകത്ത് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അത് ഒറ്റ ക്ലസ്റ്റർ ആയിട്ടാണ് നമ്മൾ തീരുന്നത്. അപ്പൊ ഇവിടുന്ന് സിംഗിൾ ആയിട്ടുള്ള അടുത്തടുത്തുള്ള രണ്ടെണ്ണത്തിനെ തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ട് ഒറ്റ സിംഗിൾ ഇതായിട്ട് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഒറ്റ സിംഗിൾ ക്ലസ്റ്റർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. The distance between two clusters in the data space is represented by a height in the dendrogram at which two clusters are measured. Based on how the distance between each cluster is measured, we can have three different methods. ഒന്നാണ് ഇതൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിംഗിൾ ലിങ്കേജും കംപ്ലീറ്റ് ലിങ്കേജും ആവറേജ് ലിങ്കേജും. സിംഗിൾ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ വേർ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 points in each cluster is defined as the distance between the clusters. In complete linkage, in this case, we will consider the longest distance between each cluster points of the
distance between the clusters. Average എന്ന് പറയുമ്പോഴത്തേക്കും in this situation we take the average of the each point. ഓരോന്നിന്റെ ആവറേജ് ആയിരിക്കും അതിൻ്റെ അകത്ത് നോക്കുന്നത്. കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറയുമ്പോഴത്തേക്കും in this case we will consider the longest distance. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും സിംഗിൾ ലിങ്കേജ്, കംപ്ലീറ്റ് ലിങ്കേജ്, ആവറേജ് ആണ് ചോദിക്കുന്നതാണ്. അപ്പം അതിനകത്ത് സിംഗിൾ അത് വരുവാണെങ്കിൽ ഷോർട്ടസ്റ്റും, കംപ്ലീറ്റിനകത്ത് വരുമ്പോഴത്തേക്കും ലോങ്സ്റ്റ് ആണ് വരുന്നത്. പിന്നെ മറ്റേതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ആവറേജും ആണ് വരുന്നത്. പിന്നെ ഞാൻ വീണ്ടും പറയണ്ടല്ലോ ആഗ്രസ് എന്താണെന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഓരോ പ്രോബ്ലംസ് ചെയ്തിട്ട് ഓരോ എൻറ്റിറ്റിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫൈനൽ ലാസ്റ്റ് എൻറ്റിറ്റിയിൽ നമുക്ക് അത് തിരിച്ച് കാണിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഓരോന്നും എങ്ങനെയായിരിക്കും വരുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അതിനെ കണക്ട് ചെയ്ത് പോകുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഡിവൈസ് ക്ലസ്റ്ററിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. ഓരോന്നിനെയും എങ്ങനെയായിരിക്കും ഡിവൈസ് ആദ്യം നമ്മൾ ഒരു 3 ഗ്രൂപ്പ് ഇതിനെ ഇതായിട്ട് ഷോർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നു. അത് ഈ രണ്ടെണ്ണത്തിനെ 2 ഗ്രൂപ്പായിട്ട്, അടുത്തതിനെ ഇതായിട്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ സിമിലറും അടുത്തുള്ളതിനെ തമ്മിൽ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ഡിവൈസീവ് ക്ലസ്റ്ററിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഡിവൈസീവ് ക്ലസ്റ്ററിങ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് തന്നെ വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഇനി ഡെൻസിറ്റി ബേസ്ഡ്, അതായത് DB സ്കാൻ. The distance between the object is used to cluster things in most partitioning method. Such algorithms can only locate spherical shaped clusters and have a trouble finding clusters to other forms. The DBs can form clusters in a different shape. This type of algorithm is most suitable when the data set contains noise or outliers. Also, it depends on density-based concept of cluster. Cluster is defined as the most density connected set of points. അതായത് മോസ്റ്റ് ഡെൻസിറ്റിയെ ബേസ് ചെയ്ത് ഇതായിട്ട് വരുന്നതിനാണ്, ഒരു പോയിന്റ്സ് വരുന്നതിനാണ് നമ്മളുടെ ഡെൻസിറ്റി ബേസ്ഡ് പറഞ്ഞിരിക്കുന്നത്. അതർ ക്ലസ്റ്ററിംഗ് അൽഗോരിതം ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഡെൻസിറ്റി have been developed. Their basic concept is creating a cluster till the density which consists of data points. അതിന്റെ ഒരു which consists of a data points in the neighborhood surpass the certain threshold. അപ്പം നമ്മൾ തൊട്ടടുത്തതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ അതിനെ നോക്കുന്നതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുണ്ട്. അതിനകത്തൊരു ഒറിജിനൽ ആയിട്ടുള്ള പോയിന്റ്സും ആ പോയിന്റ്സിലെ കോർ, ബോർഡർ ആൻഡ് നോയ്സ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഓരോന്നിനെയും ഓരോ ഇതിനകത്ത് നോയ്സ് ആയിട്ടുള്ളതിനെ എങ്ങനെ കോർ പോയിന്റ്, ബോർഡർ പോയിന്റ് ആൻഡ് നോയ്സ് പോയിന്റ് വേദ DBS സ്കാൻ. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് the DBS can use noise to find clusters of any shape in a spatial data. In density based clustering, we partition point in a dense regions separated by node to dense region. Characterization of points done in the following manner. എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. If a point has a more than given number of points, min PTS within EPS, it is considered a core point. അതായത് മിനിമം ആയിട്ടുള്ള, ഇതിനകത്ത് EPS ഈക്വൽ ടു നൽകുന്നത് അതിന്റെ കോർ ആയിട്ടാണ്. അതായത് ഓരോ ഇതിലും വന്നിരിക്കുന്നതിനാണ് അതിന് കോർ ഇതാന്ന് പറയുന്നത്. It is considered as a core point, as a minimum PTS. These points belongs in a dense region and are the interior of the cluster. Within EPS, a border point, the border point has less points than a min points. Border points എന്ന് പറയുമ്പോൾ ലെസ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കൺസിഡർ ബോർഡർ പോയിന്റ്സ്. ഇനി മീൻസ് പോയിന്റ് കോർ പോയിന്റ്. Any point that is in a core point or a boundary point is referred to as a nose point. അതായത് അതിന്റെ ഏതെങ്കിലും ഒരു ബൗണ്ടറി പോയിന്റ് അല്ലെങ്കിൽ ഇതായിട്ട് വരുന്നതിനാണ് നമ്മൾ നോയിസ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
ഇനി അടുത്തത് ഫസി ക്ലസ്റ്ററിംഗ് എന്തായിരിക്കാം? ഫസി ക്ലസ്റ്ററിംഗ് ഈസ് ദ മോസ്റ്റ് യൂസ്ഡ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം present in a real world and it is a sort of clustering in where each data point is assigned to a multiple clusters. അതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും എന്നാണ്. The algorithm suggests that data points can belong in more than one cluster. Hard clustering where data points can be മനസ്സിലായി. അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ മതി ഹാർഡ് ക്ലസ്റ്ററിങ്ങും സോഫ്റ്റ് ക്ലസ്റ്ററിങ്ങും. അപ്പൊ നമുക്കറിയാം ഹാർഡ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് അതിനെ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് എന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിനെ ആ രീതിയിൽ ഒന്ന് സോർട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ അൽഗോരിതംസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഹാർഡ് ക്ലസ്റ്ററിങ് എന്താണ്, സോഫ്റ്റ് ആയിട്ടുള്ള ക്ലസ്റ്ററിങ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ബിഗിനകത്തും അതിൻ്റെ അകത്തൊരു ടൈറ്റ് ആയിട്ടുള്ള നമുക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ആ രീതിയിലുള്ളതിനെയാണ് ഹാർഡ് ക്ലസ്റ്ററിംഗ് എന്നും മറ്റേനെയാണ് സോഫ്റ്റ് ക്ലസ്റ്ററിംഗ് എന്നും പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ലേ. ഇനി മെഷീൻ ലേണിംഗ് പ്രോഗ്രാമിംഗ് യൂസിങ് എ പൈത്തൺ, അതായത് മെഷീൻ നമ്മൾ ഈ പറഞ്ഞ ഈ സംഭവത്തിന് മെഷീൻ ലേണിംഗ് നമ്മളെ പൈത്തൺ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിലേക്ക് എന്നുള്ളത്. അപ്പൊ ഞാനത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് അതിനകത്ത് പ്രോഗ്രാമിങ്ങിന്റെ അകത്ത് നിങ്ങൾ സാധാരണ നിങ്ങളുടെ അസൈൻമെന്റ് നിങ്ങളുടെ പ്രൊജക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പൈത്തൺ എന്ന് പറയുന്നതാണൊക്കെയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് വേറെ ഒന്നുമില്ല ഇതിനകത്ത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അൽഗോരിതം നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കും. നമുക്കറിയാം നമുക്ക് ഏതെങ്കിലും ഒരു AI ഒക്കെ ആണെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ഇൻ ദിസ് യൂണിറ്റ് വി വിൽ സീ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് വേരിയസ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് learned in this course. To understand the course you need to how to understand of the respective machine learning algorithms. The understanding of the Python programming is must. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ മെഷീൻ ലേണിംഗിന് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദ കോഡ് ആർ റിയലി യൂസിങ് വേരിയസ് ലൈബ്രറീസ് ഓഫ് പൈത്തൺ പ്രോഗ്രാമിംഗ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ഇതുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ അൽഗോരിതംസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാനത് പറയുന്നില്ല, നമ്മളത് പഠിച്ചതാണ് നെയ്വ് ബേസ്. അപ്പം അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഓർമ്മ നോക്കുക. അപ്പൊ നമ്മളിവിടെ എന്തായിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം പ്രോഗ്രാമിംഗ് ഇവിടുത്തെ ഒരു കേസിൽ നേരെ പ്രോഗ്രാമിംഗിന്റെ ഒരു കേസിലേക്കാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും, നിങ്ങൾ ഏതൊക്കെ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? കൃതിക ഏതാ ലാംഗ്വേജ് പഠിച്ചിരിക്കുന്നേ? MCA ഏതാ പഠിച്ചിരുന്നേ? ജ്യോതി ഏത് ലാംഗ്വേജാ പഠിച്ചിരിക്കുന്നേ? ഏതെങ്കിലും ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? HTML ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ തുടങ്ങിയതേ ഉള്ളൂ, ബേസിക്സ് ആയതേ ഉള്ളൂ. ഏതാ? പൈത്തൺ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, ബേസിക്സ് പ്രോജക്റ്റിന് വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രോജക്റ്റിന് വേണ്ടി പൈത്തൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതാ ഞാൻ പറഞ്ഞ പ്രോജക്റ്റിന്റെ കേസിൽ നിങ്ങൾ പൈത്തൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാധാരണ ഞാൻ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാവരും തന്നെ പ്രോജക്റ്റ് ചെയ്യുന്നത് പൈത്തൺ ആയിരിക്കും. അപ്പം നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജാവാസ്ക്രിപ്റ്റും അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്താ ഇരിക്കുന്ന ഇതുണ്ട്, നമ്മൾ അതിനകത്ത് ഒരു ഏത് ഡേറ്റാ സെറ്റ് ആണോ ഉപയോഗിക്കുന്നത് ആ ഡേറ്റാ സെറ്റിനെ ലോഡ് ചെയ്തിരിക്കണം. നമ്മൾ ഏത് ഡേറ്റാ സെറ്റിൽ നിന്നാണോ അതിനെ സെലക്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ വീണ്ടും ഇംപ്രോട്ട് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിലാണ് ചെയ്യുന്നത്. കണ്ടോ അതിൻ്റെ അകത്ത് ഓരോ ഡേറ്റാസും എടുക്കുന്നത്. ഫ്രം sklearn.a ഡേറ്റാ സെറ്റ് ഇമ്പോർട്ട് ലോഡ് ഐറിസ്. അതായത് ഇമ്പോർട്ട് ലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്തായിരിക്കും ഐറിസ് ലോഡ് അതിനെ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റോർ ദ ഫീച്ചർ ആൻഡ് റെസ്പോൺസ് വെക്റ്റർ YM. അപ്പൊ നമ്മള് എക്സും അത് എങ്ങനെയായിരിക്കും സെറ്റ് ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു നമ്മൾ ഐറിസ് എന്ന് പറയുന്ന ആ ഡേറ്റാ സെറ്റിന്റെ അകത്തു നിന്നാണ് നമ്മൾ ഡേറ്റാസ് എടുക്കുന്നത്. അപ്പൊ ആണ് എക്സിനെയും വൈയും നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാ എന്ന ഐറിസിലെ ഡേറ്റയും ഒന്ന് ഐറിസിലെ ടാർഗറ്റും ആയിരിക്കും. പിന്നെ സ്പ്ലിറ്റിംഗ് എക്സ് ആൻഡ് വൈ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് റിസൾട്ട്. അപ്പൊ നമ്മളത് എടുക്കുന്നതിന് എന്തായിരിക്കും ഫ്രം sklearn മോഡൽ സ്കെച്ച് ഇമ്പോർട്ട്. അതായത് നമ്മൾ അതിനകത്ത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഓരോന്നിന്റെ അകത്തുനിന്നും നമുക്ക് ഡേറ്റാസ് ഏതാണ് ഇരിക്കുന്നത്. 1 സെക്കൻഡ് ലാപ്ടോപ്പിന്റെ ചാർജ്.
അപ്പം നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, നമ്മൾ അതിനകത്ത് കുറെ ഏതൊക്കെയാണോ ക്ലാസ്സസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അതൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ ആദ്യം ലോഡ് ചെയ്യണം. നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കണം. അപ്പം കെ നിയറസ്റ്റ് സെറ്റ്, അപ്പൊ അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ വരുന്നതാണ് അടുത്തത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഡിസിഷൻ ഫ്രീ ഇംപ്ലിമെന്റേഷൻ. അപ്പം നമ്മൾ ഒരു അൽഗോരിതംസ് പഠിച്ചിരിക്കുന്നതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ഓരോന്നിന്റെയും പൈത്തൺ ബേസ് ചെയ്ത് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എന്നാണെങ്കിലും പ്രൊജക്റ്റിനകത്ത് ഇത് വരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഞാൻ ഒരു ഇതുവരെ വരെയുള്ള ബാച്ചിൽ ഞാൻ പൈത്തണ് എടുത്തു കൊടുക്കാറുണ്ട്. കാരണം പൈത്തൺ എടുത്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജും, അതായത് ഒരു ദിവസം കൊണ്ടോ ഒരു 10 മിനിറ്റ് കൊണ്ടോ പഠിപ്പിച്ചു തരേണ്ട സംഭവം അല്ല പൈത്തണ്. അപ്പം അത് നിങ്ങളിതിന് ഞാൻ പറഞ്ഞു ഓരോന്നിനും എന്തായിരിക്കും. അപ്പം ഇമ്പോർട്ട് ഇതുണ്ടോ, ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഏതൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിന് പോളിനോമിയൽ റിഗ്രഷൻ ആണെങ്കിൽ പൈത്തൺ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് അടുത്തതായത് ഇമ്പോർട്ട് പാൻഡാസ് സ്പീഡ്. നമ്മൾ അതിനെ ഓരോന്നിനെയും ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ പഠിച്ച എല്ലാത്തിൻ്റെത് ഏതൊക്കെ അൽഗോരിതം, ക്ലസ്റ്ററിങ് അൽഗോരിതംസ്, കെ മീൻസ്. അപ്പം നിങ്ങൾ ഇതെന്നാ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഇത് വെച്ചിട്ട് നിങ്ങളൊന്നും ചെയ്താൽ മാത്രം മതി. ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. എ എന്ന് പറയുന്ന ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം എപ്പോഴും ഓർത്തിരിക്കാം, ആദ്യത്തെ ഒരു ഫസ്റ്റ് 4 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത്രയും ചാപ്റ്ററുകൾ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വേണം ക്ലാസ്സിനകത്തല്ല എക്സാമിനകത്ത് കയറാന്. ഓക്കെ, അത് ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. അപ്പം ഞാൻ കൃത്യയോട് ചോദിക്കുകയായിരുന്നു, എന്തായിരിക്കും കൃതിക, വാട്ട് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? വാട്ട് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? കുറച്ച് പോയിന്റ്സ് ഒന്ന് പറഞ്ഞു പോവാം എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി. ഒരു മനുഷ്യന് തുല്യമായിട്ടുള്ള രീതിയിൽ ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല്. പിന്നെ അതിന്റെ നോളജും ഇന്റലിജൻസും ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ 2 കമ്പോണൻസ് മെയിൻ ആയിട്ടുള്ളത്. വാട്ട് ഈസ് നോളജ്, വാട്ട് ഈസ് ഇന്റലിജന്റ് എന്നൊക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് നോളജ്, വാട്ട് ഈസ് ഇന്റലിജന്റ് സാധാരണ എല്ലാ പ്രാവശ്യവും ഒരു എന്നാ പറയുന്നത് റിക്കർസീവ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന. പിന്നെ വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്, വാട്ട് ഈസ് ഡീപ്പ് ലേണിംഗ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം എനിക്കറിയാം ഇത് നല്ല ടഫാണ്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു 4-5 ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം, ഒരു 2 ബ്ലോക്കെങ്കിലും മിനിമം നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഇതിന് പോവാൻ. എങ്കിൽ മാത്രമേ ഇതാകത്തുള്ളൂ. ഒരിക്കലും ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഒരു എന്നാണ് എക്സാം, എന്നാണ് 12th ആണോ എക്സാം? എന്നാണ് ജൂൺ 12th ആണോ? ജൂലൈയിലേ ഉള്ളൂ. ശരിയാണ്, ഡേറ്റ് ഉണ്ടോ? ജൂലൈ 9 കണ്ടാണ്. വന്നിട്ടില്ല. ഓക്കെ, എന്നോട് അങ്ങനെ അവിടുന്ന് ഇൻഫോം ചെയ്ത് ജൂൺ 12 പറഞ്ഞ പോലെ തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ജസ്റ്റ് നന്നായിട്ട്, അപ്പൊ ജൂലൈയിലാണെങ്കിൽ നന്നായിട്ട് സമയമുണ്ട്. ഇനി ജൂൺ ഫുള്ള് കിടപ്പുണ്ട്. അപ്പൊ നന്നായിട്ട് സമയമുണ്ട്. അപ്പൊ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ചിട്ടാണെങ്കിലും അതിൻ്റെ അകത്ത് ഞാനൊന്ന് പറഞ്ഞു പോയ മെയിൻ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ എക്സാമ്പിൾ. അതുപോലെ തന്നെ റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താണ്? റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താ പറയാമോ? വാട്ട് ഈസ് റീഎൻഫോഴ്സ്മെന്റ്? അത് സാധാരണ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ. റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ്
കൃതിക ഉണ്ടായിരുന്നോ? തെറ്റുകളിൽ തെറ്റുകളിൽ നിന്ന് നമ്മൾ ഒരു സിസ്റ്റം പഠിച്ചെടുത്തിട്ട് പിറ്റേ ദിവസം അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതാണ്. ഓക്കെ, ശരി എന്നാൽ. അപ്പം ഓൾ ദ ബെസ്റ്റ് കൃതിക, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതുക വായിച്ചിട്ട്. ഓക്കെ, ശരി എന്നാൽ. താങ്ക് യു.